വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു 3 കാർഡ് സ്പ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജി അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ആ ഫസ്റ്റ് കാർഡ് വന്നിരിക്കണേ ദ ഹൈ പ്രീസ്റ്റസ് ആണ്. അതിൽ 2 നമ്പർ. 2 എന്നുള്ള നമ്പർ ഇൻറ്റ്യൂഷനെ സൂചിപ്പിക്കുന്നതാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻറ്റ്യൂഷനുള്ള സുപ്പീരിയർ നോളജുള്ള ഒരു പുരോഹിതയാണ് ഇവിടെ കാണുന്നത്. അവരുടെ കയ്യിലുള്ള പുസ്തകം അവരുടെ വലിയ നോളജിനെ സൂചിപ്പിക്കുന്നു. രഹസ്യമായ പല അറിവുകളും അവർക്കുണ്ട്. ഹൈലി ഇൻറ്റ്യൂട്ടീവാണ്. അപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറോഫൻ്റ് ആണ്. അതും മേജർ ആർക്കാനയുടെ കാർഡാണ്. ആദ്യത്തെ മേജർ ആർക്കാന കാർഡാണ്. അതായത് യൂണിവേഴ്സൽ ഡിസിഷൻ്റെ കാർഡാണ്. ഹീറോഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ആൾ, റിച്വൽസ്, ട്രഡീഷൻ, മാത്രമല്ല ഒരു ഗുരുവാണ്. മറ്റുള്ളവർക്ക് നോളജ് ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ കുറച്ച് സ്ട്രിക്റ്റ് ആവാം, ഷോർട്ട് ടെമ്പേർഡ് ആവാം. ഇവർ പരമ്പരാഗതമായ ആയിട്ടുള്ള തൊഴിൽ ചെയ്യായിരിക്കും അഭികാമ്യം. കാരണം പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ് ആയിരിക്കും മേ ബി. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഗൈഡൻസ് ടാരോ കൊടുക്കുന്നത്? കിങ് ഓഫ് കപ്സ്. അതായത് ഹൈലി മെച്ചുവേർഡ് ആയിരിക്കണം. കിങ് ഓഫ് കപ്സ് പറഞ്ഞാൽ കപ്സ് ഇമോഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇമോഷൻ്റെ ലോകത്തെ രാജാവ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളെ നേരിടുമ്പോഴും സമചിത്തത പാലിച്ച് ക്ഷമയോടെ സഹനത്തോടെ കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണം. വളരെയധികം ക്ഷമയോടെയും അനുകമ്പയോടെയും ദയയോടെയും ഈ വെല്ലുവിളികളെ സമചിത്തതയോടെ ക്ഷമയോടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വെല്ലുവിളികളെ നേരിടാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇതിൽ വന്നിട്ടുള്ള വ്യക്തിക്കുള്ള ടാരോയുടെ ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.